അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട പഴയ ഗ്രീസ് ഗാർഡൻ സ്കൂളിന് സമീപം മാസങ്ങളായി പൊട്ടിക്കിടക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് നന്നാക്കാൻ നടപടിയില്ല. പ്രദേശവാസികൾ നിരവധി തവണ അധികൃതരെ വിവരമറിയിച്ചിട്ടും തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. മാട്ടുകെട്ട പഴയ ഗ്രീസ് ഗാർഡൻ സ്കൂളിലേക്ക് പോകുന്ന വഴിയിലാണ് 4 മാസത്തിലേറെയായി വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. വിഷയം പലതവണ വാട്ടർ അതോറിറ്റി അധികൃതരെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. മുമ്പ് ഇവിടെ വന്ന ബില്ല് 1,06,000 രൂപയാണ്. അത് പൈനാവിൽ അവരെ വിളിക്കുകയും ക്ലിയർ ചെയ്യുകയും ചെയ്യും. അവരെന്നെ സോറി പറഞ്ഞു. വാട്സപ്പിൽ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തു. അവർക്ക് എന്തോ മിസ്റ്റേക്ക് വന്നതാണ്, അവരുടെ എംപ്ലോയിയുടെ മിസ്റ്റേക്ക് ഒക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. അതിനുശേഷം ഒരു 6,000 രൂപയുടെ ബില്ല് വന്നു. അതും ഇതുവരെ ക്ലിയർ ചെയ്തു. ഒരു 15 ദിവസത്തിന് മുമ്പ് കുമളിയിൽ നിന്ന് എനിക്കൊരു കോൾ വന്നു, നിങ്ങളുടെ മീറ്റർ വർക്ക് ചെയ്യുന്നില്ല, മാറി വെക്കണം. ഞാൻ ചോദിച്ചു എന്ത് റീസൺ, ഇത് മാറി വെക്കാനുള്ള കാരണം എന്ത്? അത് നിങ്ങളുടെ മീറ്റർ വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങൾ മീറ്റർ വർക്ക് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് ഞങ്ങളെ അറിയിച്ചില്ല? നിങ്ങളിങ്ങനെ വിളിച്ചു പറയുമ്പോൾ അതിൽ ഒരു യാഥാർത്ഥ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ ആരാണ് ചെക്ക് ചെയ്തത്. അതിനുശേഷം കുമളിയിൽ നിന്ന് 2 പേർ ഇവിടെ വന്ന് ചെക്ക് ചെയ്തു. ഞാൻ ആ മീറ്റർ വർക്ക് ചെയ്യിച്ചാണ്. മീറ്റർ വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം മീറ്ററിനകത്ത് ഒരു പ്രൊപ്പല്ലർ പോലെ സാധനം വർക്ക് ചെയ്യാണ്. അത് വർക്ക് ചെയ്യാനുള്ള ഫോഴ്സിൽ വെള്ളം വന്നാലേ അത് വർക്ക് ചെയ്യത്തുള്ളൂ. എനിക്ക് 3 മാസമായിട്ട് വെള്ളം കിട്ടുന്നില്ല. കുഴൽക്കിണറുള്ളതുകൊണ്ട് ഞാൻ അധികം ആരെയും ബുദ്ധിമുട്ടിക്കാനും പോയില്ല. ഇതിന് 1,900 രൂപയോളം മുടക്കിയിട്ട് ഒരു മീറ്റർ മാറി വെക്കാമെന്ന് ഞാൻ ആവശ്യകത ഉണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ ഇതിനകത്ത് വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സർക്കാരിലിരിക്കുന്നവർ ഏത് തരത്തിലാണ്, ഏത് മാനദണ്ഡം വെച്ചാണ് ഈ കാര്യങ്ങൾ കാണുന്നത്, ശ്രദ്ധിക്കുന്നുണ്ടോ, എടുക്കുന്നുണ്ടോ? അവരിവിടെ വന്നു. ഞാൻ അന്ന് കുറച്ച് സമയം ഫോഴ്സ് വെള്ളതുകൊണ്ട് ആ മീറ്റർ വർക്ക് ചെയ്യിച്ച് ഞാൻ കാണിച്ചു. അവർ സോറി പറഞ്ഞിട്ട് പോയി. ഇത് എങ്ങനെയാണ് ശരിയാകുക? ഞങ്ങൾ പാവപ്പെട്ട ആൾക്കാർ ഇവിടെ ജീവിക്കുമ്പോൾ നിങ്ങൾ ഈ ഓരോ പ്രാവശ്യം ഓരോ ബില്ല് തന്നു കഴിഞ്ഞാൽ, ഞാനത് ചോദിച്ചതുകൊണ്ട് എൻക്വയറി ചെയ്തുകൊണ്ട് ഞാൻ ഇന്ന് രക്ഷപ്പെട്ടു. അതല്ലെങ്കിൽ അടയ്ക്കുക എന്നുള്ളതിലേ നിവൃത്തിയുള്ളൂ. ഇത് ശരിയല്ല. ഈ വെള്ളത്തിൻ്റെ ലീക്ക് 3-4 മാസത്തോളമായി അനേക പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തു. ആ വെള്ളമുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് 2 കൂട്ടർക്കും കറക്റ്റ് വെള്ളം കിട്ടുന്നില്ല. കാരണം ഈ ഫോഴ്സ് ലീക്ക് ചെയ്ത് പോകുന്നത് കൊണ്ട് കിട്ടുന്നില്ല. മീറ്ററിന് ശേഷമുള്ളതാണെങ്കിൽ നിശ്ചയമായിട്ടും ഞങ്ങളത് ചെയ്യും. മീറ്ററിന് പുറകിലുള്ളത് ഗവൺമെൻറ് ഉത്തരവാദിത്തപ്പെട്ടതായതുകൊണ്ട് നിങ്ങളത് ചെയ്തു തരാം. സ്ഥിരമായി കുടിവെള്ളം പാഴാകുന്നതിനാൽ മേഖലയിൽ കൃത്യമായി കുടിവെള്ളം എത്തുന്നില്ലെന്നും പരാതിയുണ്ട്. നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന റോഡിലൂടെയാണ് വെള്ളം ഒഴുകുന്നത്. അടിയന്തരമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇടപെട്ട പൊട്ടിയ പൈപ്പിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം.